നമ്മുടെ ചെറുപ്പത്തിൽ നമുക്കുണ്ടായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരിക്കലും നമ്മളെ വിട്ടുപിരിയാതെ നമ്മുടെ മനസ്സിൽ അങ്ങനെയേ ഉണ്ടാകും. മഴ പെയ്ത് തോർന്ന പ്രഭാതം പോലെ നനഞ്ഞു കുളിരുള്ള സന്തോഷവും വേനൽ പോലെ ചുട്ടുപൊള്ളിക്കുന്ന സങ്കടങ്ങളും. ഞാൻ പഠിച്ച സ്കൂളിലെ മാഷെ എൻ്റെ ആ വീടിൻ്റെ പുറകുവശത്തെ മുറ്റത്ത് നിന്ന് അങ്ങ് ദൂരെ പാടത്തിൻ്റെ അക്കരെ കാണുന്നതായിരുന്നു. അവിടെയാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. ആ വയൽവരമ്പിലൂടെയാണ് എന്നും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നതും. പുല്ലുകളെയും പൂമ്പാറ്റകളെയും പൂക്കളെയും നോക്കി അങ്ങനെ പോകാൻ എന്ത് രസമായിരുന്നെന്നോ. മഴക്കാലത്ത് മുട്ടിനൊപ്പം വെള്ളം ഉണ്ടാവും. അപ്പോൾ അമ്മ പറയും, ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ പാടത്തെ കൂടെ പോകണ്ട കേട്ടോ, റോഡിൽ കൂടെ പോയാൽ മതിയെന്നു. പക്ഷെങ്കിൽ അമ്മ പോയി കഴിഞ്ഞാൽ ഞങ്ങളതൊന്നും നോക്കില്ല. പക്ഷേ ആ വരമ്പിൽ കൂടെ വെള്ളത്തിൽ കൂടെ അങ്ങനെ ഓടും സ്കൂളിലേക്ക്. അതെന്ത് രസമുള്ള ഓർമ്മയാണെന്നറിയോ മാഷെ. വെള്ളത്തിൽ കൂടെ വെള്ളം തെറിപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുന്നത്. സ്കൂളിലെത്തുമ്പോഴേക്കുണ്ടല്ലോ നനഞ്ഞ് ഡ്രസ്സൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. കൂടെ സ്കൂൾ ബാഗും ബുക്സും നനഞ്ഞ് തണുത്ത് ക്ലാസ് റൂമിലിരിക്കുന്ന പറയുന്നതിന് ഒരു സുഖമുള്ള ഓർമ്മയായിരുന്നു മാഷെ. അന്നൊക്കെ മാഷിനറിയോ, അന്നൊക്കെ മഴയ്ക്കൊരു വികൃതിയുണ്ട്. അതിന് വികൃതി എന്ന് തന്നെയാണ് പറയുക. എനിക്ക് പക്ഷെങ്കിൽ അങ്ങനെ പറയാനായിട്ട് ഇഷ്ടം. നമ്മൾ സ്കൂളിൽ പോകാൻ റെഡിയായി ഇറങ്ങാൻ നിൽക്കുമ്പോഴും സ്കൂളിൽ ലാസ്റ്റ് ബെല്ലടിച്ച് വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴും ആരെയോ കാണാൻ കൊതിച്ച് നിന്ന പോലെ ആർത്തലച്ച് അട്ടഹസിച്ചൊരു വരവാ മഴയുടെ. കുടയൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും കമ്പി ഒടിഞ്ഞതോ കാലില്ലാത്തതോ ശീലം മുഴുവൻ ഉറുമ്പ് തിന്നതോ അങ്ങനെ ഒരു കുട. ഒരു കുടയുടെ കീഴിൽ 2-3 പേരും ഉണ്ടാവും. മഴ നനയാതിരിക്കാൻ ചൂടുന്നതല്ല, മഴ നനയാൻ ചൂടുന്ന പോലെ. അങ്ങനെ നനഞ്ഞു കുളിച്ച പോക്കും വരവൊക്കെ. എന്നാലില്ലേ മാഷെ, ക്ലാസ്സിലിരിക്കുമ്പോൾ ജനാലയിൽ കൂടെ ഒന്ന് പുറത്തേക്ക് നോക്കണം. നല്ല സൂര്യപ്രകാശമായിരിക്കും, തെളിഞ്ഞ ആകാശവും. ഇടയ്ക്ക് ഇൻ്റർവെൽ ടൈമിൽ കൂട്ടുകാരിയുടെ കൈയും പിടിച്ച് ഗ്രൗണ്ടിലേക്കൊന്ന് പോയി നോക്കണം. കാണാൻ കൊതിച്ച് കാത്തിരുന്ന അമ്മ കുഞ്ഞിനെ പുണരാൻ ഓടി വരുന്ന പോലെ വന്നിട്ടുണ്ടാവും ആ ചാറ്റൽ മഴ. തിരിഞ്ഞോടും ക്ലാസ് റൂമിലേക്ക്. ഇതിന് വികൃതി എന്നല്ല പറയണേ, കാണാൻ കൊതിച്ച് കാത്തിരുന്ന ഒരാളെ കാണാൻ ഓടി വരുന്ന പോലെ. എന്ത് രസമല്ലേ. പാടവരമ്പിലൂടെ സ്കൂളിലേക്ക് പോകുമ്പോഴല്ലേ മിക്കപ്പോഴും ആരെങ്കിലുമൊക്കെ വഴുതി പാടത്തേക്ക് വീണിട്ടുണ്ടാവും. മിക്ക ദിവസം ഞാൻ തന്നെയായിരിക്കും വീഴുക. എന്നാലും ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ചമ്മിയ മുഖം, ഒരു ചമ്മിയ ചിരി മുഖത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും സങ്കടമൊന്നുമില്ല കേട്ടോ. ആ ചെളിയൊക്കെ ആ വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് ആ വഴി തന്നെ സ്കൂളിലേക്ക് പോകും. തിരിച്ച് വീട്ടിലേക്ക് വരാൻ നിൽക്കില്ല. അതൊക്കെ ഒരു കാലം മാഷെ. എന്ത് നല്ല ഓർമ്മകളായിരുന്നു അതൊക്കെയും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വല്ലതും അറിയോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടാബ്, കമ്പ്യൂട്ടർ, മൊബൈൽ, അത് വിട്ടൊരു ലോകമുണ്ടോ?